ഹലോ ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എല്ലാം റാഹത്തായിട്ട് പോട്ടെ. എനിക്ക് സുഖമാണ്. തണുപ്പിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. പിന്നെന്താ പറയുക, ഞാനിന്നൊരു വീഡിയോ ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ അന്ന് ഉണ്ടാക്കിയൊരു വൈനില്ലായിരുന്നു. ആ വൈന് ഇന്നേക്ക് 21 ദിവസമായി. അപ്പോൾ ഇന്നത് ഞാൻ രാവിലെ ഒന്ന് അരിച്ച് അരിപ്പയിൽ ഇങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതതിൻ്റെ ചണ്ടിയാണ്. അപ്പോൾ അതിപ്പോൾ വേറെ ഒന്നിൽ ഇതിൽ തന്നെ ഉണ്ട് സാധനം, എങ്ങോട്ട് പോയിക്കില്ല. അപ്പോൾ ഇത് ഞാനിന്ന് അരിച്ച് ഇന്ന് കഴിഞ്ഞ 26-ാം തീയതിയല്ലേ ഇട്ടേ. അപ്പോൾ ഇന്നേക്ക് 21 ദിവസമായി. 21 ദിവസം കഴിയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അതിൻ്റെ അരിപ്പ ചണ്ടിയെല്ലാം ഒഴിവാക്കി അതൊന്നിൽ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ 2-3 ദിവസം കഴിയുമ്പോൾ അത് നല്ലോണം തെളിയും. അങ്ങനെ അത് പിന്നെ നമ്മൾ സാധാ ബോട്ടലിൽ ചില്ലുകുപ്പിയിലാക്കി വെക്കുക, ഫ്രിഡ്ജിൽ വെക്കുക. അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക. ഞാനിപ്പോൾ ആരെ ഉണ്ടാക്കി കൊടുക്കണം, അതല്ലെങ്കിൽ ഇവിടെ വെക്കും. മുന്തിരി വൈനാണല്ലോ, അതിൽ നമ്മൾ ഹറാമായതൊന്നുമില്ലല്ലോ. 2.5 കിലോ മുന്തിരി ഉണ്ട്, 500 പഞ്ചസാര ഉണ്ട്, അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ഒരു ടീസ്പൂണോളം ഈസ്റ്റ് ഉണ്ട്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുബൂസും മറ്റേ അപ്പത്തിലെല്ലാം കൂട്ടുന്ന ഈസ്റ്റാണ്, ഈസ്റ്റ് അതാണ് കൂട്ടിയത്. പിന്നെ എന്താണ്, പിന്നെ വേറെന്താ, ഒരു 5-6 കറുപ്പയും ഗ്രാമ്പും, അതേ ഉള്ളൂ. അതൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് ആറ്റിയിട്ടാണ് ഒഴിച്ച് വെച്ചത്. അപ്പോൾ അതിൽ ഹറാമായതൊന്നുമില്ല, നമുക്ക് കുടിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ ഞാൻ രാവിലെ ഇതിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ എല്ലാം കുടുക്കയില ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ നിന്ന് ഞാനിപ്പോൾ അന്നതിൽ നമ്മൾ ഗോതമ്പ് ഇട്ടില്ലേനോ, ആ ഗോതമ്പാണ് ഇത്. ഗോതമ്പ് ഇങ്ങനെ കുതിർന്നിട്ട് കണ്ടാ, എന്നാൽ ഞാൻ ഇതെല്ലാം രാവിലെ എടുത്ത് മാറ്റിയതാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ കുളിയും നിസ്കാരമെല്ലാം കഴിഞ്ഞ് ചോറിന്ന്, അപ്പോൾ പിന്നെ ഇതെല്ലാം ഒന്ന് എടുത്ത് വെക്കട്ടെ വിചാരിച്ച്. അപ്പോൾ അന്ന് ഞാൻ എടുത്ത കയ്യിൽ തന്നെയാണ് ഇത്, മരത്തിൻ്റെ. ഇന്നും ഇതന്നെ എടുക്കുക. ഇതിപ്പോൾ ഞാൻ 21 ദിവസവും ഒന്നിക്കൊന്നരാടം ഇങ്ങനെ ഇളക്കി കെട്ട് വെച്ച് രാവിലെ ഇളക്കി വെക്കും, അല്ലെങ്കിൽ പൂത്തു പോകും. ഇപ്പോൾ പൂക്കാണ്ടിരിക്കേണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലത്തെ ഒരു ഉണങ്ങിയ കയ്യിൽ തന്നെ എടുക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശങ്ങളൊന്നും പാടില്ല. ഇതിപ്പോൾ നല്ല സ്മെല്ലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനിതിൽ കുറച്ച് എന്താ പറയുക, കാരമലൈസ് ചെയ്ത ഷുഗർ സിറപ്പ് ഇതാണ്. കാണുന്നുണ്ടോയെന്നറിയില്ല, ഞാൻ ഒഴിക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മൾ കേക്കിനൊക്കെ എടുക്കൂലേ, അതാണ്. ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ച് തരാം, എന്നാലേ കാണാൻ പറ്റും. ഇത് ഞാൻ എന്താ ഗ്ലാസ്സിൽ ഒഴിച്ച് തരാം, അപ്പോഴേ കാണാൻ പറ്റും. ഇത് കട്ടൻ ചായ അല്ല കേട്ടോ, ഇതൊരു 4 ടേബിൾ സ്പൂൺ ഷുഗർ കാരമലൈസ് ചെയ്തിട്ട് അതിൽ വെള്ളം ഒഴിച്ചതാട്ടോ. നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കൂലേ, ഇപ്പം പ്ലം കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇപ്പം ക്രിസ്മസ് അല്ലേ വരുന്നത്, പ്ലം കേക്കെല്ലാം ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ, മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടാവില്ലേ, അണ്ടിപ്പരിപ്പും ബദാമും മുന്തിരി, ഉണക്കമുന്തിരി ഒക്കെ ഇതിലിട്ട് കുതിർത്ത് വെക്കും. 2 ദിവസം കുതിർത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചാലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുക. അതേപോലെ ഉണ്ടാക്കിയതാണ് ഇത്. ഇൻഷാ അല്ലാ കേക്ക് ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കും, ക്രിസ്മസ് അല്ലേ, നടക്കട്ടെ. അപ്പോൾ ഇത് ഞാൻ ഇതിൽ ചേർത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ തീരെ ഒന്നുമില്ല കേട്ടോ, ചണ്ടി മാത്രമേ ഉള്ളൂ. ഇതാ വെച്ചാൽ രാവിലെ ഒഴിച്ച് വെച്ചല്ലേ, രാവിലെ ഒഴിച്ച് ഈ സ്പൂണോ ഇതുകൊണ്ട് തന്നെ, ഈ കയ്യിലുകൊണ്ട് തന്നെ ഞാനിങ്ങനെ തണുപ്പായിട്ട് തീരെ വയ്യ തൊണ്ടൊക്കെ. പക്ഷെ രാത്രി വീട്ടിനുള്ളിൽ ഭയങ്കര ചൂടാണ്, പുറത്താണ് തണുപ്പ്. ഇതിങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ. ഇതിങ്ങനെ ഒരു ചണ്ടി, ഇത് നമുക്ക് വേസ്റ്റിലിടാം. അപ്പോൾ ഉണ്ടല്ലേ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നതെന്നോ, കിട്ടിയിട്ടില്ല. ഞാനിതൊരു 10-11 മണിയാകുമ്പോൾ ചുരുട്ടി ഇങ്ങനെ വെച്ച. അപ്പം ഞാൻ
ഇതൊന്ന് കൈ കൊണ്ടിട്ട് ഞാനിതിലാണ് വയ്ക്കുന്നത്. അത് നനഞ്ഞ പാത്രമായിരിക്കും. കയ്യാലിത് വെള്ളത്തിൻ്റെ അംശം ഉണ്ടായാലും ഇത് വേഗം കേടായിപ്പോൾ. അല്പയിൽ ഉണങ്ങിയതാണ്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതിങ്ങനെ തന്നെ ഇതിലേക്ക് ബിസ്മില്ല അരിച്ചിങ്ങനെ പോകും. ഇപ്പോൾ അതിലൊരു തെളിഞ്ഞ കളർ ഉണ്ടാവില്ല. തെളിഞ്ഞ കളർ ഉണ്ടാകാണ്ടിരിക്കണമെങ്കിൽ ഒരു 3-4 ദിവസം കഴിയണം. അന്നേരം തെളിഞ്ഞ കളറാവും. നിങ്ങളെല്ലാവരും ഇല്ലേ, കാണുന്ന ആൾക്കാർ, എൻ്റെ ചാനൽ കാണുന്ന ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, മൂന്നാമത്തെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താലാണ് എന്താവും, യൂട്യൂബ് നമ്മൾ അംഗീകരിക്കും. അതല്ലാതെ കാണുന്നുണ്ട്, എല്ലാവരും കണ്ടുപോകുന്നുണ്ട്, പക്ഷേങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല. സബ്സ്ക്രൈബർ 43 ഉള്ളൂ. ഒരു വീഡിയോ തന്നെ 1000 ചില്ലാണ് ആൾ കണ്ടുണ്ട്. അത് 39 സെക്കൻഡുള്ള ഒരു വീഡിയോ. അങ്ങനെ എല്ലാ ചാനലും 500, 600 എല്ലാ വീഡിയോയും 600, 500, 550 അങ്ങനെ ആൾക്കാർ കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും എൻ്റെ സൗണ്ട് കൊണ്ട്. അപ്പോൾ ഇതുകൊണ്ട് അയച്ചപ്പോൾ ഇത്ര ഇതും പിന്നെ ഇരുന്ന് കിട്ടി അതിൻ്റെതായ കണ്ട. അങ്ങനെ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യും, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും. യൂട്യൂബിൽ നിന്ന് നമുക്കെന്താ കിട്ടേണ്ടിയിരുന്നെങ്കിൽ 1000 സബ്സ്ക്രൈബറാണ്, 4000 വാച്ച് അവറാണ്. അപ്പോൾ ഇപ്പോൾ 4000 വാച്ച് അവറിലായിരിക്കും എല്ലാവരും കണ്ടിട്ട്. മാഷാ അല്ലാഹ് എല്ലാവരും കണ്ടിട്ട് 4000 വാച്ച് അവറുണ്ട്. പക്ഷേങ്കിൽ സബ്സ്ക്രൈബ് തീരെ പോരാ മക്കളെ. എന്തിനാ എന്നെക്കൊണ്ട് നിങ്ങളിങ്ങനെ പറയിപ്പിക്കുന്നത്? പറയാണ്ട് തന്നെ അങ്ങ് ചെയ്താൽ പോരാ. അപ്പോൾ ഇത് നടക്കട്ടെ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ സാധനം ഇങ്ങനെ ഇടങ്ങ് വെച്ചു. അപ്പോൾ ഒന്നും കൂടി ഒരു കളർ ഇട്ടാൻ വേണ്ടിയിട്ടാണ്. എന്താ എന്നിട്ട് ഞാനിതെന്ത് ചെയ്യും, ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കളറാണുള്ളത്, ഒരു കലങ്ങിയ കളർ. 2 ദിവസം കഴിഞ്ഞാൽ ഇത് തെളിഞ്ഞ്, 3 ദിവസം കഴിയുന്നു തെളിഞ്ഞ് നല്ല ഒരു ലൈറ്റ് പിങ്ക് കളർ. ഇപ്പോൾ ഈ കളറാണ്. ഇപ്പോൾ ഈ സാധനം ഈ കളറുള്ള ടേസ്റ്റ് എങ്ങനെ ഉണ്ടാവും കേട്ടോ. പൊന്നു എന്താ പറയുക, ആ മുന്തിരിൻ്റെ കറുവപ്പട്ടേൻ്റെ ഗോതമ്പിൻ്റെ ഒക്കെ ഒരു നല്ല സൂപ്പറായിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. ഞാൻ അടുത്തത് ഒരു ഗ്രീൻ ആപ്പിളിൻ്റെ വൈനിടുന്നുണ്ട്. ഗ്രീൻ ആപ്പിളുണ്ടല്ലോ, അതിന് ഭയങ്കര വിലയാണ്. ഗ്രീൻ ആപ്പിളിൻ്റെ വൈനിട്ടിട്ട് ഇൻഷാ അല്ലാഹ് ഇതേപോലെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇത് രണ്ടിലും ഒന്ന് ഇതിലും ഒഴിച്ച് വെക്കും, ഒന്ന് ഇതിലും ഒഴിച്ച് വെക്കും. എന്നിട്ട് തെളിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ചില്ലിൻ്റെ ബോട്ടൽ കൈകി വെച്ചിട്ടുണ്ട് ഉണങ്ങിയിട്ട്. അപ്പോൾ അതിൽ ഒഴിച്ച് കൊടുക്കും. ഇതണ്ട ഇങ്ങനെ ഒഴിച്ച് കളറ് കുറവ് ഇതുണ്ടോളെ സ്ഥിരം അതിൽ കൊണ്ട് ഞാൻ മിക്കവാറായിരിക്കാൻ കൊടുക്കും. ഇവിടെ ആരെങ്കിലും ഉണ്ടാവും മറ്റേ. ഇതാണ് നമ്മളെ വൈൻ. ഇതിൽ ഇത്രയും കൂടി ബാക്കിയുണ്ട്.
ഒരു അര ഗ്ലാസ്. അത് ഞാൻ ചെറിയൊരു ബോട്ടിൽ വെച്ചു. വേണ്ട, ഇത്രയുണ്ട്. ഞാൻ ചെറിയൊരു ബോട്ടിൽ വെച്ചു. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും കണ്ടല്ലോ. ഞാൻ അധികം ഒന്നും പറയുന്നില്ല, എനിക്ക് തൊണ്ട എനിക്ക് തന്നെ പ്രശ്നമാണെന്ന്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതെല്ലാം ഇപ്പോൾ എടുത്ത് വെക്കും. നാളെ 3 ദിവസം ഞാനിതിങ്ങനെ തന്നെ വെക്കും. ഇങ്ങനെ വെച്ച് ഇതിപ്പോൾ ഫ്രിഡ്ജിലാണ് വെക്കുക. 3 ദിവസം കഴിഞ്ഞിട്ട് നല്ല തെളിഞ്ഞതായിട്ട് ഒഴിച്ച് വെക്കും ഞാനൊരു ചില്ല് ബോട്ടലിൽ. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. പറയുന്നത് തെറ്റിപ്പോയി. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ. അസ്സലാമു. Bye bye.